പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരം മിസ്റ്റർ മണി ഇൻ ദ ബാങ്കായ സെത്ത് റോളിൻസിൻ്റെ ഇഞ്ചുറി അപ്ഡേറ്റ് ആണ്. സെത്തിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റുന്നത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന ഈ ഞായറാഴ്ച കഴിഞ്ഞ സ്പെഷ്യൽ എപ്പിസോഡിലാണ്. LA നൈറ്റിനെതിരെ മത്സരിച്ച സെത്ത് റോളിൻസ് ഒരു ലാൻഡിംഗ് കറക്റ്റ് ആക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാലിന് പരിക്ക് പറ്റിയ മത്സരം പെട്ടെന്ന് അവസാനിപ്പിച്ച് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് പുറത്തേക്ക് വന്ന വാർത്തകളൊന്നും പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ആയിരുന്നില്ല. സെത്ത് റോളിൻസിൻ്റെ കാലിന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആണെന്നും ഇഞ്ചുറി മാറാൻ മാസങ്ങൾ എടുത്തേക്കാൻ സാധ്യത ഉണ്ടെന്നുമുള്ള ഒരു വാർത്തകളായിരുന്നു നമുക്ക് അറിയാൻ സാധിച്ചത്. റോ എപ്പിസോഡിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പോൾ ഹേമൻ പറഞ്ഞത് ഈ ബ്രീഫ് കേസ് ക്യാഷ് ഇൻ ചെയ്യാൻ സെത്തിന് അടുത്ത വർഷം ജൂൺ വരെ സമയമുണ്ട്, അതിനിടയിൽ സെത്ത് വന്ന് ക്യാഷ് ഇൻ ചെയ്യുമെന്നാണ്. അപ്പോൾ സെത്തിൻ്റെ റിട്ടേണിൻ്റെ ഒരു അപ്ഡേറ്റ് സെത്തിനെ സംബന്ധിച്ച് പോൾ ഹേമൻ അവിടെയൊന്നും മെൻഷൻ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിച്ചില്ല. റോ എപ്പിസോഡിൽ എവിടെയും സെത്തിൻ്റെ റിട്ടേണിൻ്റെ ഒരു ടൈമിനെ സംബന്ധിച്ച് ഒരു അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചില്ല. ഇന്നലെ സെത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയുണ്ടായി. ആ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ആ ഒരു ഷോയിൽ സെത്ത് പറഞ്ഞ കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് സെത്ത് റോളിൻസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഇഞ്ചുറിയെ സംബന്ധിച്ച് അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് താൻ പോകുകയാണ് എന്നാണ്. അതായത് ഇപ്പോൾ സെത്ത് റോളിൻസ് എടുത്തിട്ടുള്ള ഒരു സ്കാനിംഗ് ഒന്നും പോരാ, ഇനിയും കൂടുതൽ സ്കാനിങ്ങുകൾ എടുത്താൽ മാത്രമാണ് തൻ്റെ കാലിൻ്റെ ഇഞ്ചുറി അല്ലെങ്കിൽ തനിക്ക് പറ്റിയിട്ടുള്ള പരിക്ക് എന്ന് മാറുമെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലായത് കൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് സെത്ത് വെളിപ്പെടുത്തുകയുണ്ടായി. കൂടാതെ സെത്ത് പറയുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ അടുത്ത വർഷം സെത്തിൻ്റെ ഒരു റിട്ടേൺ പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് സെത്ത് പങ്കുവെക്കുന്നത്. അടുത്ത വർഷം എന്ന് സെത്ത് പറയുമ്പോൾ റസൽമീനിയ ടൈമൊക്കെ ആകുമ്പോൾ മാത്രമേ സെത്തിൻ്റെ ഒരു റിട്ടേൺ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും 4 അല്ലെങ്കിൽ 6 ഈ മാസ കാലയളവ് എന്തായാലും ഈ ഒരു ഇഞ്ചുറി മാറാൻ എടുക്കുമെന്നുള്ളൊരു വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. കൂടാതെ മറ്റൊരു ചെറിയൊരു അപ്ഡേറ്റ് പുറത്തേക്ക് വരുന്നത് സെത്ത് റോളിൻസിൻ്റെ കാലിന് പറ്റിയ ഇഞ്ചുറി അത് സീരിയസ് അല്ലാത്തൊരു ഇഞ്ചുറി ആണെന്നും ചെറിയൊരു ഇഞ്ചുറി ആണെന്നും ഭയങ്കര ഒരു പ്രശ്നമാക്കിയിട്ട് WWE ആ ഒരു ഇഞ്ചുറിയെ ഇങ്ങനെ പൊക്കി കാണിക്കുന്നത് അത് സെത്തിൻ്റെ റിട്ടേണിന് വലിയൊരു ഹൈപ്പ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണെന്നും സെത്തിൻ്റെ റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആ ഒരു സമയത്ത് നടത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു അപ്ഡേറ്റും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു അപ്ഡേറ്റിൽ എനിക്ക് കൃത്യമായിട്ടുള്ളൊരു വിശ്വാസം ലഭിച്ചിട്ടില്ല. സെത്തിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റിയത് അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സമ്മർ സ്ലാം പോലെ ഒരു ബിഗ് ഇവൻ്റ് മുന്നിൽ നിൽക്കുമ്പോൾ സെത്തിൻ്റെ ഇഞ്ചുറി വെച്ചിട്ട് അവർ എന്തായാലും ഒരു കള്ളക്കളിക്ക് ശ്രമിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. WWE ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിലവിലെ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് 4 തൊട്ട് 6 മാസത്തോളം സെത്ത് മാറി നിൽക്കുമെന്ന് സെത്ത് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ വർഷം സെത്തിൻ്റെ ഒരു റിട്ടേൺ നടക്കുമോ എന്നുള്ളത് ചോദ്യചിഹ്നമായി മാറിയിട്ടുണ്ട്. നടക്കാൻ സാധ്യത ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകളും സെത്ത് തന്നെ പുറത്തേക്ക് വിടുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ CM പങ്കിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപ് CM പങ്കിനെ നേരിട്ട ഒരു അനുഭവത്തെ സംബന്ധിച്ചാണ് പങ്ക് ഇൻ്റർവ്യൂവിൽ വെച്ച് പങ്കുവെക്കുന്നത്. പങ്ക് പറയുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 2018-ലോ 19-ലോ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായിട്ടുള്ളൊരു വർഷം ഓർമ്മയില്ല എന്ന് പങ്ക് പറയുന്നുണ്ട്. WWEയിലേക്ക് CM പങ്കിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് മീറ്റിംഗ് വിൻസ് മിക്മാനുമായിട്ട് അതുപോലെ തന്നെ ട്രിപ്പിൾ എച്ചുമായിട്ട് CM പങ്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മീറ്റിങ്ങിൻ്റെ പ്രകാരമായിട്ട് ഒരു ഹാൻഡ് ഷേക്ക് ഡീൽ വരെ ഇവർ എഗ്രി ചെയ്തതാണ്. അതായത് പങ്കിനെ തിരികെ കൊണ്ടുവരാമെന്നുള്ള ആ ഒരു രീതിയിൽ ഇവർ കൈയൊക്കെ കൊടുത്ത് പോയതാണ് എന്നും പിന്നീട് വിൻസ് മിക്മാൻ ആ ഒരു പദ്ധതിയിൽ നിന്ന് പിന്നോട്ടേക്ക് വരികയായിരുന്നു എന്നുമാണ് പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ പങ്കിൻ്റെ ഒരു അപ്ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ CM പങ്കിനെ റിട്ടേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി വിൻസ് മിക്മാന് ആദ്യം വിളിക്കുന്നത് CM പങ്കിൻ്റെ ഏജൻറ്റിനെയായിരുന്നു. ഏജൻറ്റ് വഴി CM പങ്ക് കാര്യം അറിഞ്ഞപ്പോൾ പങ്ക് അന്ന് പ്രതികരിച്ചത് താല്പര്യമില്ല എന്നുള്ളതായിരുന്നു. പിന്നീട് വിൻസ് മിക്മാൻ ഡയറക്റ്റ് വിളിക്കുകയും പങ്കിനോട് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പദ്ധതികൾ ഞങ്ങൾ മുന്നിലേക്ക് വെക്കാമെന്നൊക്കെ സംസാരിച്ച് അങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിച്ച് പിന്നീട് ഡയറക്റ്റ് ഒരു പ്രൈവറ്റ് മീറ്റിംഗ്, അതായത് കൂടുതൽ ആളുകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇവർ 2 പേര് മാത്രമുള്ള ഒരു മീറ്റിംഗ് നടത്തി. അങ്ങനെ ഒരു ഹാൻഡ് ഷേക്ക് ഡീലിലേക്ക് കാര്യങ്ങൾ എത്തി റിട്ടേണിൻ്റെ ഒരു വക്കിലേക്ക് എത്തിയതിന് ശേഷം വിൻസ് മിക്മാൻ ആ ഒരു ഡീലിൽ നിന്ന് പുറകോട്ട് വലിക്കുകയായിരുന്നു എന്നുള്ളത് പങ്ക് ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ CM പങ്ക് 2018-ലോ അല്ലെങ്കിൽ 19-ലോ യഥാർത്ഥത്തിൽ തിരിച്ചു വരേണ്ടതാണ്. പക്ഷേ വിൻസ് മിക്മാന് പിന്നീട് മറ്റ് പദ്ധതികൾ ഉള്ളതുകൊണ്ട് തന്നെ പങ്കിൻ്റെ റിട്ടേൺ അന്ന് ക്യാൻസൽ ചെയ്യുകയായിരുന്നു എന്നാണ് ഇക്കഴിഞ്ഞ ദിവസത്തെ ഇൻ്റർവ്യൂവിൽ CM പങ്ക് വെളിപ്പെടുത്തിയത്. മൂന്നാമത്തെ അപ്ഡേറ്റ് WWE സൂപ്പർ താരമായ റാൻഡി ഓർട്ടനും സെലിബ്രിറ്റിയായ ജെല്ലി റോളും ചേർന്നിട്ട് നടത്തിയ ഒരു ഷോ ഉണ്ടായിരുന്നു, ഒരു റിയാലിറ്റി ഷോ. ആ ഒരു റിയാലിറ്റി ഷോയിലേക്ക് ഡ്രൂ മാക്കിൻ്റെയർ കടന്നു ചെല്ലുകയും അവിടെ
റാൻഡി ഓർട്ടനുമായിട്ട് 1-2 പറഞ്ഞ് വാക്കുതർക്കം ഉണ്ടാക്കുകയും ഇരുവരുടെയും ഫൈറ്റ് പിന്നീട് പിറകിലേക്ക് പോകുകയും അവിടെ ബാക്കി നിന്നിരുന്ന ജെല്ലി റോളിൻ്റെ അടുത്തേക്ക് സർപ്രൈസായിട്ട് കടന്നു വന്ന ലോഗൻ പോൾ ജെല്ലി റോളിനെ കളിയാക്കുകയും മുഖത്തടിക്കുകയും ചെയ്തതിന് ശേഷം ലോഗൻ പോളിനെ ജെല്ലി റോള് പിടിച്ചിട്ട് ചോക്ക് സ്ലാം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ മൊമെൻറ്റൊക്കെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജെല്ലി റോളിൻ്റെ ആദ്യ WWE മത്സരത്തിന് ഹൈപ്പ് കൊടുക്കുക, കൂടാതെ സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്ന ടാഗ് ടീം മത്സരത്തിന് ഹൈപ്പ് കൊടുക്കുക, സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിന് ഹൈപ്പ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു പ്രൊമോഷണൽ ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് പോലെയാണ് അവർ ഈ ഒരു റിയാലിറ്റി ഷോയിൽ ഈ ഒരു മൊമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ മികച്ച രീതിയിൽ അവർക്കത് എക്സിക്യൂട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. റാൻഡിയും ഡ്രൂം ഫൈറ്റ് ചെയ്ത് പിറകിലേക്ക് പോകുന്നു. ലോഗൻ പോൾ അങ്ങോട്ടേക്ക് വരുന്നു. ലോഗൻ പോൾ വന്ന ഉടനെ തന്നെ ആ ഒരു ഷോ കാണാൻ വന്ന കാണികൾ ലോഗൻ പോളിനെ കൂവുന്നുണ്ട്. ലോഗൻ പോളിനെ ആർക്കും ഇഷ്ടമല്ലാത്ത രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. ലോഗൻ പോളും അതിനനുസരിച്ച് കാണികളെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നീട് ജെല്ലി റോളിൻ്റെ അടുത്തേക്ക് പോകുന്നതും മുഖത്തടിക്കുന്നതും തുടർന്ന് ജെല്ലി റോള് അദ്ദേഹത്തിൻ്റെതായ ഒരു സിഗ്നേച്ചർ മൂവ് എന്നുള്ള രീതിയിൽ ഒരു വമ്പൻ ജോക്ക് സ്ലാമ്പ് ഒരു ടേബിളിൻ്റെ മുകളിലേക്ക് ലോഗൻ പോളിനെ ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരൊറ്റ കുറച്ച് സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മില്യൺ കണക്കിന് വ്യൂസാണ് വ്യത്യസ്ത പേജുകൾക്കും ചാനലുകൾക്കും നേടിക്കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയൊരു പ്രൊമോഷൻ തന്നെ ഇപ്പോൾ സമ്മർ സ്ലാമിലെ ടാഗ് ടീം മത്സരത്തിന് നടത്തുന്നുണ്ട്. അപ്പോൾ സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്ന മത്സരങ്ങൾക്ക് വലിയൊരു ഹൈപ്പ് സൃഷ്ടിക്കാൻ WWE ഇപ്പോൾ തന്നെ വലിയൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ടാഗ് ടീം മത്സരത്തിൻ്റെ സ്റ്റോറി ബിൽഡപ്പ് ഇനി വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലും കണ്ടിന്യൂ ചെയ്തേക്കാം. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ OTC1 റോമൻ റീൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റീൻസിനെ സംബന്ധിച്ച് പല കൂട്ടുകാരും ഇനി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചോദ്യം, റോമൻ റീൻസിൻ്റെ നെക്സ്റ്റ് അപ്പിയറൻസ് എന്നാണ്, അത് ഏത് ഷോയിൽ വെച്ചിട്ടാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള 2 റോ എപ്പിസോഡുകൾ കൃത്യമായി പറയുകയാണെങ്കിൽ സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപുള്ള 2 റോ എപ്പിസോഡുകളിലും തുടർച്ചയായി റോമൻ റീൻസിൻ്റെ അപ്പിയറൻസ് ഉണ്ടായേക്കും. റോമൻ റീൻസിനെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏകദേശം കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോമൻ റീൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതുവരെയുള്ള ഫൈറ്റിംഗ് മൊമെൻറ്റ്സോ സെഗ്മെൻറ്റോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. റോമൻ റീൻസിൻ്റെ സമ്മർ സ്ലാമിലെ എതിരാളി ബ്രോൺ ബ്രേക്കർ ആകും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള വാർത്തകൾ WWE ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട്. റോമൻ റീൻസിൻ്റെ ഈ ഒരു തിരിച്ചുവരവും അദ്ദേഹത്തിൻ്റെ സ്റ്റോറികളും അത് റോമൻ റീൻസിൻ്റെ ആദ്യ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തിരിച്ചടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനിയും തിരിച്ചടികൾ കൊടുക്കാനുണ്ട് എന്നാണ്. അപ്പോൾ റോമൻ റീൻസ് അവരുടെ ഒരാളുടെയും പേര് അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ആരെ ആക്രമിക്കുമെന്നോ അല്ലെങ്കിൽ ആർക്കെതിരെയാണ് റോമൻ റീൻസിൻ്റെ റിട്ടേണിന് പിറകിലെ ആ ഒരു റോമൻ്റെ പ്ലാൻ എന്നുള്ളതോ റോമൻ റീൻസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ തിരിച്ചടികൾ ആരംഭിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇനിയും റോമൻ റീൻസിന് എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ട് എന്നാണ് റോമൻ റീൻസ് ആ ഒരു ട്വീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രോൺ ബ്രേക്കർ അല്ലെങ്കിൽ പോൾ ഹേമൻ്റെ ഫാക്ഷൻ ഇവർക്കെതിരെയുള്ള സ്റ്റോറി കഴിഞ്ഞാലും റോമൻ റീൻസ് ഇനിയും സ്റ്റോറി ചെയ്ത് മുന്നോട്ടേക്ക് പോകും. അതിൽ വ്യത്യസ്തമായിട്ടുള്ള റെസ്ലേഴ്സിനെയും റോമൻ റീൻസ് നേരിടാൻ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്ലാനുകളും ബാക്കിയുണ്ട് എന്നുള്ളൊരു അർത്ഥം കൂടി ആ ഒരു ട്വീറ്റിനുണ്ട്. അപ്പോൾ റോമൻ റീൻസ് തുടർന്നുള്ള റോ എപ്പിസോഡുകളിൽ വരുമ്പോൾ സമ്മർ സ്ലാമിന് ശേഷം റോമൻ റീൻസിൻ്റെ മത്സരങ്ങൾ നടക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറി ഡെവലപ്പ് ആകുന്നത് ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കാം. ചിലപ്പോൾ പങ്കിനെതിരെയുള്ള സ്റ്റോറി വരാനുള്ള സാധ്യതകളുമുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.